ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം അൺബോക്സിങ്ങിൻ്റെ ഗണത്തിൽ തന്നെ പെടുത്താം. അതായിരിക്കും നല്ലത്. കാരണം ഒരു കാര്യം കാണിക്കാനാണ്. നമ്മുടെ അന്യം നിന്ന ഒരു കലാരൂപം എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നാക്ക് വടിക്കൽ എന്നുള്ളത്. പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ പല്ലുവച്ചതിന് ശേഷം എല്ലാവരും തന്നെ ഏതെങ്കിലും രീതിയിൽ നാക്ക് വടിക്കാനായിട്ട് നോക്കുമായിരുന്നു. ഓലയുടെ ഈർക്കിലെടുത്തോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ടങ് ക്ലീനർ, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടങ് ക്ലീനർ, അങ്ങനെ പലതൊക്കെ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ എല്ലാവരും തന്നെ പണ്ടത്തെ കാലത്ത് ചെയ്തിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ആൾക്കാർ മിക്കതും തന്നെ ഈ നാക്ക് വടിക്കൽ എന്നുള്ളതിനകത്ത് ഇന്ന് വളരെ പിന്നോക്കം പോയിട്ടുണ്ട്. പണ്ടൊക്കെ എല്ലാ കടയിലും തന്നെ കുറേ സ്ഥലത്തൊക്കെ തന്നെ നമുക്ക് ടങ് ക്ലീനർ, പല രീതിയിലുള്ള ടങ് ക്ലീനർ, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അങ്ങനെ പല രീതിയിലുള്ള മേടിക്കാൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് മേടിക്കാൻ തന്നെ കിട്ടുക അപൂർവമാണ്. പിന്നെ നമ്മളെന്താ പറയുക, അപ്പോൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാശ്ചാത്യ രീതിയൊക്കെ അനുകരിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി ടങ് ക്ലീനർ കൊണ്ട് നാക്ക് പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ബഡ്സിന് കുഴപ്പം വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഓരോന്ന് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കാര്യങ്ങൾ അങ്ങനെ. പക്ഷേ നമ്മൾ പണ്ട് തൊട്ട് പറഞ്ഞത് നാക്ക് പിടിക്കണം, എന്നാലും മലയാളം നമുക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റൂ, അക്ഷരസ്ഫുടത വേണമെങ്കിൽ നാക്ക് പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് കാരണവന്മാരൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ നാക്ക് പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഒരു അന്യം നിന്ന പോലെ ആയിട്ടുണ്ട്. ടങ് ക്ലീനറോ അതൊക്കെ മേടിക്കാൻ കിട്ടാൻ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ നാക്ക് പിടിക്കൽ തന്നെ പല്ലിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോഴാണ് നാക്ക് പിടിക്കലെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു പുതിയ രീതിയിലുള്ള ടങ് ക്ലീനർ കണ്ട് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചാണ്. ഇതിപ്പോൾ റിലയൻസ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ടങ് ക്ലീനറാണ്. ഇത് പ്ലാസ്റ്റിക് ടൈപ്പുള്ളതാണ്. ഇതിനകത്തിപ്പോൾ ഡെന്റിസ്റ്റ് റെക്കമെൻഡ്സ് ടങ് ക്ലീനിങ് ടോയ്സ് എ ഡേ ആഫ്റ്റർ ബ്രഷിങ് ടീത്ത് എന്ന് പറയുന്നത്. പണ്ട് മറ്റേ കേട്ടേക്കണത് ഇതേപോലെ തന്നെ ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ദിവസം 2 നേരം പല്ലിയാക്കണമെന്നുള്ളത്. ഇപ്പോൾ പുതിയൊരു ഇത് തന്നെ 2 നേരം നാക്ക് പിടിക്കണമെന്ന്. അപ്പോൾ നേരത്തെ നമ്മൾ പറയും എന്താ പറയുക, പാശ്ചാത്യർ പറഞ്ഞ പോലെ ടങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ബഡ്സിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഓരോന്ന് ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് പറഞ്ഞ പോലെ. അതേടാ ഞാനിപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. പൊട്ടിക്കട്ടെ. പൊട്ടിച്ചിട്ട് ഞാൻ കാണിക്കാം. അത് വൃത്തികേടാക്കണ്ടെന്ന് വെച്ചിട്ട്, പൊളിച്ച് വൃത്തികേടാക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ പിടിച്ചാൽ കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടല്ല. പൊളിച്ച് വൃത്തികേടാക്കണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ടങ് ക്ലീനർ പുറത്തേക്ക് എടുക്കുകയാണ്. പ്രിൻ്റർ റേറ്റ് 35 രൂപയാണെങ്കിൽ അത്രയും 17 എൻ്റെ ഓർമ്മയിൽ ബില്ല്. ഞാൻ ഇപ്പോൾ മറന്നുപോയി. അത്രയും കണ്ട് വാങ്ങിച്ചിട്ടുള്ളൂ. എന്തായാലും ഇതാണ് നമ്മുടെ ടങ് ക്ലീനർ. നമ്മളെ സംഗതി. ടങ് ക്ലീനറിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കോമഡിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, എന്തെങ്കിലും ആവട്ടെ, കോമഡി ആയാലും ശരിയായാലും. ഇപ്പോൾ ടങ് ക്ലീനറിൻ്റെ അൺബോക്സിങ് വീഡിയോ. ഇവിടെ ഇതിനകത്തൊരു നമ്മുടെ പണ്ടത്തെ പോലെ ഒരു ഷാർപ്പ് പോലെയുള്ള രീതി വരുന്നുണ്ട്. 2 സൈഡിലുണ്ട്. അപ്പോൾ 2 സൈഡ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു ഷാർപ്പ് നമുക്കതിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഷാർപ്പ് പോലത്തെ ഒരു സംഗതി കണ്ടോ, ഒരു ഷാർപ്പ് എഡ്ജ് പോലെ ഒരു സംഗതി തന്നെ ഉണ്ടോ.
ഇതിനപ്പുറത്തുണ്ട് ഈ സെയിം സാധനം തന്നെ തുണ്ട് ഉണ്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നാക്കിലിടുമ്പോൾ അത് വടിച്ചിങ്ങോട്ട് പോകുന്നത്. നമ്മുടെ പഴയ ടങ് ക്ലീനറൊക്കെ മാറി എന്ന് പറയാം. ന്യൂജൻ ടങ് ക്ലീനറുകളാണ്. അതിലുമായിട്ട് ഒരു നമ്മൾ പണ്ട് കേരളീയർ പറഞ്ഞ പോലെ നാക്ക് പിടിച്ചാൽ അക്ഷരസ്ഫുടത ഉണ്ടാകുന്ന പറഞ്ഞാൽ അതിനകത്തോട്ടുള്ളൊരു തിരിച്ചുപോക്ക് ആയി എന്ന് പറയാം. അതിനകത്ത് തന്നെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതിനിവർ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ഡെൻറ്റിസ്റ്റ് റെക്കമെൻഡ്സ് ടങ് ക്ലീനിങ് ട്വൈസ് എ ഡേ ആഫ്റ്റർ ബ്രഷിങ് ദ ടീത്ത്. പണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാക്ക് പിടിച്ചാൽ ടേസ്റ്റ് ബഡ്സ് പോകുന്നുണ്ട്. വില പ്രിൻ്റർ റേറ്റ് 35 പക്ഷെ അത്രയൊന്നും കാണില്ല. പലതും ഉണ്ടാവും, പല രീതിയിലുണ്ട്. ഞാനിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കോപ്പറിൻ്റെ ഉള്ളതുണ്ട്, പിന്നെ ഒരു ചെറിയ ഇതേ രീതിയിൽ ഉള്ള പലതും ഉണ്ട്. പിന്നെ കോപ്പർ എന്താ പറയുക, ഒരു പട്ട പോലുള്ളത് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് കോപ്പറിൻ്റെ ഉണ്ട്, അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉണ്ട്. പിന്നെ പണ്ടത്തെ ഇപ്പോൾ ഒരു ആ പട്ട പോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഈ അടുത്തൊന്നും ഇതിനകത്ത് കണ്ടില്ല ഓൺലൈൻ സൈറ്റുകളിൽ. ഇങ്ങനെയുള്ളതും പട്ട പോലെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ കോപ്പറിൻ്റെയൊക്കെയാണ് ഇപ്പോൾ കണ്ടേക്കണം കൂടുതൽ ഈ ഓൺലൈൻ ഇതിനകത്ത്. ഇതാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും ഇതെന്തിനാണ് ഉപയോഗിക്കണതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയതാണ്. പണ്ടിപ്പോൾ നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നാക്ക് വടിക്കുന്നത് ഒരാൾക്കാർ പറയുന്നത് നല്ലതാണെന്ന് പറയും. നമ്മുടെ കേരളീയർ കൊണ്ട് പറയുന്നത് അക്ഷരസ്ഫുടത അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാനായിട്ട് നാക്ക് വടിക്കുന്നത് നല്ലതാണ്. പിന്നെ അതിൻ്റെ ഗുണങ്ങൾ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും പണ്ടത്തെ ആൾക്കാർ പറഞ്ഞാൽ നാക്ക് വടിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് നമ്മുടെ വെസ്റ്റേൺ കൾച്ചറായതോടുകൂടി നാക്ക് വടിയും ഒക്കെ മാറിപ്പോയി, അന്യം നിന്നൊരു കലാരൂപമായി പോയി. എന്തായാലും കണ്ടു കാണും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏകദേശം 7 മിനിറ്റ് കൂടുതലായി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു തംസ് അപ്പും ഗുഡ് ബൈ. ഓക്കെ.